ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു ഹോം ടൂറാണ്. നാളെ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ, കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവളുടെ വീടും. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാലോ. ഇതാണ് അവളുടെ വീട്. അവളുടെ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കാണുന്നത്. നാളെ ഹൗസ് വാമിംഗ് ആയതുകൊണ്ട് തന്നെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. വിരുന്നുകാരൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വീടൊന്നുമല്ല കേട്ടോ, ഒരു കുഞ്ഞു വീടാണ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീട്. ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് പോകാം. ഇതാണ് അവളുടെ സിറ്റ് ഔട്ട്. നമ്മൾ ടൈലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഇടണം. ഇപ്പം താൽക്കാലികമായിട്ട് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഹാളിലേക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ്. ഈ വീടിന് 2 റൂംസാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 2 റൂംസ് തന്നെയാണ് ഉള്ളത്. ഹാളിൽ ഒരു സോഫയും അതുപോലെ ടീപ്പോയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷെൽഫിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. എന്നാലും അൽഹംദുലില്ലാ ഇത്രയൊക്കെ ആയില്ലേ. ഈ കാണുന്ന ഡോറ് കണ്ടോ, അങ്ങോട്ട് റൂംസൊന്നുമില്ല കേട്ടോ. അവിടെ തറ ഉണ്ട്. ഇനി അവിടെ ഇൻഷാ അല്ലാഹ് അതും കൂടെ കയറ്റണം. നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ആദ്യത്തെ റൂമിലേക്ക് പോകാം. ഞാൻ റൂമിലേക്ക് പോയോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ലേക്കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ കണ്ടോടുകൂടി അവൾ ഡോർ അടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനത് പതുക്കെ തുറന്നതിലേക്ക് കയറി കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞു കട്ടിലുണ്ട്, അതുപോലെ ഒരു കുഞ്ഞു ബെഡുണ്ട് കേട്ടോ. റൂംസൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള റൂംസാണ്. ഇനി നമ്മൾ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് മറ്റേ റൂമിലേക്കാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ. ഇവിടെയും ഒരു കട്ടിലുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കട്ടിലാണ്. അതിലൊരു ബെഡൊക്കെ ഉണ്ട്. രണ്ട് റൂമിലെയും ഷെൽഫൊക്കെ അവർ ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഷെൽഫുകൾ തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഹാളിലൊരു ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, അത് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് ആ ടോയ്ലറ്റ്. ഇതിൻ്റെ ഡോറിന് വീതി കുറവുള്ളതുപോലെ എനിക്ക് തോന്നി, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളിലേക്ക് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് തന്നെയാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഹാളിൽ നിന്ന് കിച്ചണിലോട്ടാണ് പോകുന്നത്. ഒരു കുഞ്ഞു കിച്ചണാണ് കേട്ടോ. കുഞ്ഞു കിച്ചണാണെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. റാക്കും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കിച്ചണിൽ നിൽക്കുന്നത് എൻ്റെ മൂത്താപ്പാൻ്റെ കുട്ടികളാണ് കേട്ടോ. അവർ വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴേക്കും നമ്മളെല്ലാവരും ഒത്തുകൂടല്ലേ. അപ്പോൾ നല്ല രസമായിക്കാരും. ഒരുമിച്ച് എല്ലാവരും പണിയെടുക്കും, അതുപോലെ ഒരുപാട് സംസാരിക്കും. അതൊക്കെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് കൂടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാകുമ്പോഴേക്കാരും
അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീട് കാണാൻ വേണ്ടിയിട്ട്. വലിയ വീടൊന്നുമല്ല, ഒരു കുഞ്ഞു വീടാണ്. ഒരു 14 വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാകും ഇവർ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഒരു വീടായി കിട്ടിയത്. വീടില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് വീടൊക്കെ ആയി കിട്ടട്ടെ. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റും ലൈക്കൊക്കെ തന്നതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്